നുബ്ര വാലിയിലെ -ഡിഗ്രിയിൽ 2 രാത്രി ഞങ്ങൾ കഴിഞ്ഞത് ഈ ടെൻറ്റുകളിലാണ്. അകത്തേക്ക് കാറ്റ് കടക്കാതെ അത്യാവശ്യം സൗകര്യത്തിലാണ് ടെൻറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. രാത്രി 11 മണിയോടെ കറണ്ട് പോകും. ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിനു മുമ്പേ മൊബൈൽ റീചാർജിംഗ് എല്ലാം നടത്തണം. 1-ാം ദിവസത്തെ കഠിനമായ തണുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് 3 ഷർട്ടും 1-ലധികം സോക്സും ഗ്ലൗസും സ്വെറ്ററും അതിനു പുറമെ കമ്പിളി പുതപ്പും ഉപയോഗിച്ചാണ് 2-ാം ദിവസത്തെ രാത്രിയിലെ തണുപ്പിനെ പ്രതിരോധിച്ചത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇന്നത്തെ യാത്ര ഇന്ത്യ പാക് അതിർത്തിയിലുള്ള താങ് വില്ലേജിലേക്കാണ്. നുബ്ര വാലിയിൽ നിന്നും 176 കിലോമീറ്റർ അകലെയാണ് താങ് വില്ലേജ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. പേര് കുൻസും വാങ്കയിൽ. ഒരു ബുദ്ധിസ്റ്റാണ്. അധികം സംസാരിക്കാത്ത ഒരു പാവം. ലഡാക്കിലെ സങ്കീർണമായ റോഡുകളിൽ പയറ്റി തെളിഞ്ഞ നല്ല ഒന്നാന്തരം ഡ്രൈവർ. ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പടച്ചോനെ നിങ്ങള് കാത്തോളി. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. താമരശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റുണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന് ആൽമരം അപ്പത്തന്നെ പൊഴിഞ്ഞു വീണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ താങ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ലഡാക്കിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് താങ് വില്ലേജ്. നുബ്ര താഴ്വരയിൽ ഷ്യോക്ക് നദിയുടെ തീരത്താണ് ഈ അതിർത്തി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഗ്രാമം. 1971 ഇന്ത്യ പാക് യുദ്ധത്തിലാണ് താങ് ഗ്രാമം ഇന്ത്യയുടെ ഭാഗമായത്. അതുവരെ പാകിസ്ഥാൻ്റെ കൈവശമായിരുന്നു ഈ ഗ്രാമം. അതുകൊണ്ട് തന്നെ ബാൾട്ടി വംശജരായ മുസ്ലിങ്ങളാണ് ഇവിടുത്തെ താമസക്കാർ. താങ് വ്യൂ പോയിൻ്റാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ പാകിസ്ഥാൻ സേനയുടെ ബങ്കറുകളും പാകിസ്ഥാൻ ഗ്രാമമായ ഫ്രാനോയും നേരിട്ട് കാണാം. ഈ പച്ചപ്പ് കാണുന്ന പ്രദേശം പാകിസ്ഥാനിലാണ്. മലമുകളിലൂടെ പോകുന്ന ചില റോഡുകളും കാണാം. ഈ മലമുകളിൽ ഇന്ത്യൻ സൈനികരുടെ 2 ബങ്കറുകൾ കാണാൻ കഴിയും. വെളുത്ത നിറത്തിൽ കാണുന്നത് ഇന്ത്യൻ സൈനികരുടെ ബങ്കറുകളാണ്. പണം കൊടുത്താൽ ബൈനോക്കുലർ വാടകയ്ക്ക് കിട്ടും. ഈ സ്ത്രീയെ പോലുള്ളവർ ഓരോ കാഴ്ചകളും വിശദീകരിച്ച് തരികയും ചെയ്യും. കച്ചവടക്കാരെല്ലാവരും സ്ത്രീകൾ തന്നെ. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു: എല്ലാവർക്കും സ്വാഗതം. ഞാൻ താങ് വില്ലേജിൽ ഉള്ള ആളാണ്. ഇന്ത്യ പാക് യുദ്ധസമയത്ത് 18 വയസ്സായ ഞാൻ പാകിസ്ഥാനിലായിരുന്നു. ഇന്ന് ഞാൻ ഇന്ത്യയിൽ താമസിക്കുന്നു. നിങ്ങൾക്ക് അന്നത്തെ ചരിത്രം പറഞ്ഞു തരാൻ ഞാൻ ഇവിടെയുണ്ട്. ഞങ്ങൾ അയാളെ അന്വേഷിച്ചു. വെള്ളിയാഴ്ചയായത് കാരണം അദ്ദേഹം ജുമുഅക്ക് പോയതാണെന്ന് അറിയാൻ കഴിഞ്ഞു. കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. ആപ്രിക്കോട്ട് അടക്കമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം.